ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാൻ വീണ്ടും വന്നിട്ടുള്ളത് നമ്മുടെ കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടുന്ന ഒരു DIY പ്ലേ സെറ്റുമായിട്ടാണ്. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പിസ്സ സെറ്റാണ് കേട്ടോ. വളരെ എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. കളർ പേപ്പറും കാർഡ്ബോർഡും യൂസ് ചെയ്താണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് ഇത്രയധികം പൈസയൊക്കെ കൊടുത്ത് പുറത്തുനിന്ന് വാങ്ങേണ്ട യാതൊരുവിധ ആവശ്യമില്ല. നമുക്ക് വീട്ടിൽ തന്നെ ഈസി ആയിട്ട് ഉണ്ടാക്കാം. ഒരുപാട് നാൾ കേടുകൂടാതെ ഉപയോഗിക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ആദ്യം തന്നെ നമ്മളൊരു പിസ്സയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ കാർഡ്ബോർഡ് പീസ് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതിനു മുമ്പ് നമ്മളൊരു മേക്കപ്പ് സെറ്റിൻ്റെയും കിച്ചൺ സെറ്റിൻ്റെയും വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. കാണാത്തവരൊന്ന് കണ്ടു നോക്കണം. ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു കാർഡ്ബോർഡ് പീസ് നമ്മൾ 2 എണ്ണം ചേർത്ത് ഒട്ടിച്ചിട്ടുണ്ട്. ഇനി ഇത് 4 ആയിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കണം. അതിനുശേഷം നമുക്കിത് കളർ പേപ്പർ വെച്ചിട്ടൊന്ന് കവർ ചെയ്തെടുക്കണം. ഞാനിവിടെ യെല്ലോ കളറാണ് എടുത്തിരിക്കുന്നത്. പിസ്സയുടെ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ യെല്ലോ കളർ എടുക്കായിരിക്കും നല്ലത് കേട്ടോ. അപ്പോൾ ഓരോന്നും നമുക്ക് ഇതേപോലെ കവർ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇതിൻ്റെ അടിഭാഗം കവർ ചെയ്യുന്നില്ല. നമ്മൾ മുകൾ ഭാഗം മാത്രമാണല്ലോ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് അടിഭാഗം കവർ ചെയ്യുന്നില്ല കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫുള്ളായിട്ട് കവർ ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോസിന് വേണ്ടിയിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് ഓൾ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക കേട്ടോ. അങ്ങനെ 4 എണ്ണം നമ്മൾ ഇത് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി പിസ്സയുടെ മുകളിലുള്ള വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ നമുക്ക് ഒന്നില്ലെങ്കിൽ വരച്ചു കൊടുക്കാം, അല്ലെങ്കിൽ കളർ പേപ്പർ വെട്ടി ഒട്ടിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇതിൽ രണ്ടും ചെയ്യുന്നുണ്ട്. വരച്ചും കൊടുക്കുന്നുണ്ട്, കളർ പേപ്പർ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടി കഴിഞ്ഞ് നമ്മുടെ പിസ്സ കംപ്ലീറ്റ് ആവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ പിസ്സ ഇതാ അവിടെ റെഡി ആയിട്ടുണ്ട്. എത്ര എളുപ്പത്തിലാണ് നമ്മൾ തയ്യാറാക്കിയത് അല്ലേ? എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് അടുത്ത ഐറ്റം എന്താണെന്ന് നോക്കാം. അടുത്തത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഫ്രഞ്ച് ഫ്രൈസ് ആണ്. അപ്പോൾ അതിനായിട്ട് നമുക്കൊരു കവർ ഉണ്ടാക്കണം. അപ്പോൾ റെഡ് കളർ പേപ്പറാണ് കൂടുതൽ നല്ലത്. ഇഷ്ടമുള്ള അളവിൽ എടുക്കാം കേട്ടോ നിങ്ങൾക്ക്. അങ്ങനെ നമ്മുടെ കവർ ഇതാ അവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഫ്രഞ്ച് ഫ്രൈസ് വേണമല്ലേ? അപ്പോൾ അതിനായിട്ട് യെല്ലോ കളർ പേപ്പറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് ഈ ഒരു രീതിയിലാണ് ഫോൾഡ് ചെയ്യുന്നത് കേട്ടോ. ആദ്യം കുറച്ചൊരു ഭാഗം നമ്മൾ വിട്ടിട്ടുണ്ട്. ഞാൻ ആ പെൻസിൽ കൊണ്ട് മാർക്ക് ചെയ്ത ഭാഗം ഉണ്ടല്ലോ, അത് വിട്ടിട്ട് ബാക്കിയുള്ള ഭാഗം നമ്മൾ ഈക്വലായിട്ട് 4 ആയിട്ട് മടക്കാണ്. അതിനുശേഷം നമ്മളിതാ ഇതേപോലെ മടക്കുമ്പോൾ ഒരു സ്ക്വയർ പോലെ നമുക്ക് കിട്ടും. ഇതേപോലെ ഒരു 4-5 എണ്ണം ഞാൻ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നമ്മൾ ഉണ്ടാക്കിയ കവറിലൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേരൊക്കെ ഇതേപോലെ എഴുതി കൊടുക്കാം കേട്ടോ. അങ്ങനെ അതും റെഡി ആയിട്ടുണ്ട്. നെക്സ്റ്റ് ഐറ്റം നോക്കിയാലോ. ഇനി നമ്മൾ 2 ടൈപ്പ് ഐസ്ക്രീമാണ് ഉണ്ടാക്കുന്നത്. ഒന്ന് ഒരു ചോക്കോബാർ പോലെ ഒന്നും, പിന്നെ കോൺ ടോപ്പ് പോലെ ഒരു ഐസ്ക്രീമും ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടി നമുക്കൊന്ന് ഉണ്ടാക്കിയെടുക്കാം.
അപ്പോൾ ഇവിടെ ഞാൻ ഐസ്ക്രീം സ്റ്റിക്ക് വെക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ വെച്ചാൽ മതി, ഇല്ലെങ്കിൽ ഒരു കാർഡ്ബോർഡ് പീസ് ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ട് ഒട്ടിച്ചാൽ മതി കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് കാരണം ഞാൻ എടുത്തുന്നേ ഉള്ളൂ. അങ്ങനെ നമ്മുടെ ഐസ്ക്രീം റെഡി ആയിട്ടുണ്ട്. ആണെങ്കിൽ 2-3 എണ്ണം പല കളേഴ്സിൽ ഉണ്ടാക്കി എടുക്കാം കേട്ടോ. ഇനി എന്തെങ്കിലും ഒരു ഡ്രിങ്ക് വേണ്ടേ? അപ്പം അതിനായിട്ട് കൊക്കോളയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് നമ്മളൊരു പേപ്പർ കപ്പ് എടുത്തിട്ടുണ്ട്. അത് ഞാനിവിടെ പെയിൻറ് ചെയ്തെടുക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കളർ പേപ്പർ ഒട്ടിച്ചെടുക്കാം, അല്ലെങ്കിൽ വാട്ടർ കളർ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്തിട്ടായാലും പെയിൻറ് ചെയ്താൽ മതി. ഒരു സ്ട്രോയും കൂടി വെച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഡ്രിങ്കും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പിസ്സയ്ക്ക് ആവശ്യമുള്ള സോസും കൂടി ഉണ്ടാക്കാം. അപ്പം അതിനും നമ്മൾ റെഡ് കളർ പേപ്പർ തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഇനി കുറച്ച് കത്തിയും പിസ്സ കട്ടറും ടീസ്പൂണും ഒക്കെ നമുക്ക് ഉണ്ടാക്കാം. അതും കൂടി കഴിഞ്ഞ് നമ്മുടെ പിസ്സ സെറ്റോടെ കംപ്ലീറ്റ് ആയി. അങ്ങനെ നമ്മുടെ പിസ്സ സെറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്, അല്ലെങ്കിൽ ബേക്കറി സെറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പമല്ല ഉണ്ടാക്കാനായിട്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഇതിനിപ്പോൾ കളർ പേപ്പേഴ്സും കാർഡ്ബോർഡ് പീസസുമാണ് നമുക്ക് കൂടുതലായിട്ട് ആവശ്യമുള്ളത്. എനിക്ക് തോന്നുന്നു കളർ പേപ്പേഴ്സ് ഇപ്പോൾ മിക്കവരുടെ കയ്യിൽ കാണും. ഇപ്പോൾ സ്കൂൾ ആക്ടിവിറ്റീസിനൊക്കെ കളർ പേപ്പേഴ്സ് ആവശ്യം വരുന്നുണ്ടല്ലോ. ഇവിടെ മോളുടെ ക്ലാസ്സിലൊക്കെ കളർ പേപ്പേഴ്സ് കൊണ്ടുള്ള ആക്ടിവിറ്റീസൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഉള്ളവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ പറയൂ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങൾ ട്രൈ ചെയ്തിട്ട് ക്രാഫ്റ്റ് പിക്ചേഴ്സൊക്കെ എനിക്ക് ഇൻസ്റ്റാഗ്രാമിലേക്ക് അയച്ചു തന്നാൽ മതി. ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. പിന്നെന്താ, പിന്നെ നിങ്ങൾക്ക് ഇതുപോലത്തെ എങ്ങനത്തെ വീഡിയോസൊക്കെയാണ് ഇഷ്ടം എന്നുള്ളത് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പം നമുക്ക് അതേപോലത്തെ വീഡിയോസൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം. അപ്പോൾ എന്നും പറയുന്ന പോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്കിനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്. എന്താ അത്? ഐസ്ക്രീമാണോ? അമ്മയ്ക്ക് തരുമോ? ഏതാ അമ്മയ്ക്ക് തരാ? താങ്ക് യു. താങ്ക് യു. തിന്നു അമ്മ തിന്നു. അമ്മ തിന്നു. ഇഷ്ടായി.
അതെന്തുട്ടാ?